ആരാധനക്രമം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധവും പവിത്രവുമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓരോരുത്തരും തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി തിരിച്ചുവരവിൻ്റെ അർത്ഥം മനസ്സിലാക്കി വിനയത്തോടും സഹനത്തോടും ഉദ്ധാനാനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള നാളുകൾ. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം ഭക്തിപൂർവ്വം ആചരിക്കുന്നതിന് സെന്റ് ജൂഡ് പള്ളിയും ഒരുങ്ങിയിരിക്കുകയാണ്. ഓശാന ഞായർ, വിശുദ്ധ വാരത്തിലേക്കുള്ള വാതിൽ എന്നാണ് ഓശാന ഞായറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കുതിരയും ചെങ്കോലും കിരീടവും മേലങ്കിയുമില്ലാത്ത ഒരു രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാദിതനായി നന്മയുടെ ചെങ്കോലും സ്നേഹത്തിൻ്റെ മേലങ്കിയും സാഹോദര്യത്തിൻ്റെ കിരീടവും അണിഞ്ഞ് ജനമനസ്സുകളിലെ നിരത്തുകളിലൂടെ സമാധാനത്തിൻ്റെ രാജാവായി പ്രവേശിക്കുകയാണ്. ഏപ്രിൽ 13 ഞായർ രാവിലെ 7 മണിക്ക് കുരുത്തോല ആശീർവാദത്തോടെ നമ്മുടെ ഇടവകയിലും ഓശാന ഞായർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. കർത്താവിൻ്റെ ജെറുസലേം പ്രവേശന സ്മരണയുടെ ഭാഗമായുള്ള കുരുത്തോല പ്രദക്ഷിണം തകിടിയിലെ കുരിശടിയിൽ നിന്ന് ആരംഭിച്ച് സെന്റ് ജൂഡ് പള്ളിയിൽ സമാപിക്കുന്നതാണ്. തുടർന്ന് ദിവ്യബലിയും ഉണ്ടായിരിക്കും. ആരാധനയ്ക്ക് ക്രമീകരണങ്ങൾ നൽകേണ്ടത്: 1-ാം വായന KLC, 2-ാം വായന KLCWA. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് KCYM, ലീജിയൻ ഓഫ് മേരി സംഘടനകളാണ്. പരിശുദ്ധമായ ഹൃദയത്തോടെ പെസഹ തിരുദിനത്തിൽ പങ്കുചേരാനായി ഏപ്രിൽ 15 ചൊവ്വ പെസഹാചരണ ഒരുക്ക ദിനമായി നാം ആചരിക്കുകയാണ്. അന്നേ ദിവസം വൈകുന്നേരം 5:30 ജപമാലയും 6 മണിക്ക് ദിവ്യകാരുണ്യ ആരാധനയും തുടർന്ന് കുംഭസാരവും 7 മണിക്ക് ദിവ്യബലിയും ഉണ്ടായിരിക്കുന്നതാണ്. പെസഹ വ്യാഴം, യേശുക്രിസ്തു കുരിശുമരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ച ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ പെസഹ ദിനാചരണം. എളിമയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി യേശു തൻ്റെ 12 അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുന്നതും അപ്പവും വീനും സ്വന്തം ശരീരവും രക്തവുമായി നൽകി വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും പൗരോഹിത്യം സ്ഥാപിക്കുന്നതും പെസഹ ദിനത്തിലാണ്. പെസഹ ദിനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാനമായും 6 ഭാഗങ്ങളാണുള്ളത്: തിരുവത്താഴ ദിവ്യബലി, ദേവവചന പ്രഘോഷണ കർമ്മം, പാദക്ഷാളന കർമ്മം, സ്തോത്രയാഗ കർമ്മം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ദിവ്യകാരുണ്യ ആരാധന. പെസഹ വ്യാഴത്തിലെ ആരാധന ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്: 1-ാം വായന സെന്റ് ജൂഡ് BCC, 2-ാം വായന സെന്റ് ജോസഫ് BCC. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് മതബോധനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. തുടർന്നുള്ള പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ക്രമീകരണങ്ങൾ നടത്തേണ്ടത്: 7:30 മുതൽ 8 മണി വരെ സെന്റ് ആൻ്റണീസ് BCC, 8 മണി മുതൽ 8:30 വരെ സെന്റ് തോമസ് BCC, 8:30 മുതൽ 9 മണി വരെ സെന്റ് ജോസഫ് BCC, 9 മണി മുതൽ 9:30 വരെ ഉണ്ണിമിശിഹ BCC, 9:30 മുതൽ 10 മണി വരെ സെന്റ് സെബാസ്റ്റ്യൻ BCC, 10 മണി മുതൽ 10:30 വരെ സെന്റ് ജൂഡ് BCC. ദുഃഖവെള്ളി, ദേവപുത്രൻ്റെ സഹനത്തിലും മരണത്തിലും നാം വേദനയോടെ പങ്കുചേരുന്ന ദിവസമാണ് ദുഃഖവെള്ളി. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി അവതരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി 3 ആണികളിൽ കുരിശിതനായി അവിടെ നിന്ന് മരിക്കുകയാണ്. സ്വന്തം ജീവൻ ബലിയായി നൽകി നമ്മെ രക്ഷിച്ച ക്രിസ്തുവിൻ്റെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ദിനമാണ് ദുഃഖവെള്ളി. ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി രാവിലെ 7:30 കുരിശിൻ്റെ വഴി സെന്റ് ജൂഡ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് പേയാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലേക്ക് പോകുന്നതാണ്. തുടർന്നുള്ള പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ക്രമീകരണങ്ങൾ നൽകേണ്ടത്: 11 മണി മുതൽ 12 മണി വരെ മതബോധനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും, 12 മണി മുതൽ 1 മണി വരെ KCYM, 2 മണി മുതൽ 3 മണി വരെ സെന്റ് ജൂഡ് പള്ളിയുടെ പൊതു ആരാധനയുമാണ്. കർത്താവിൻ്റെ പീഡാസഹന അനുസ്മരണത്തിൻ്റെ പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്: കർത്താവിൻ്റെ പീഡാസഹന അനുസ്മരണം, ദൈവവചന പ്രഘോഷണ കർമ്മം, കുരിശാരാധന, ദിവ്യകാരുണ്യ സ്വീകരണം. വലിയ ശനി, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ. മനുഷ്യൻ്റെ വലിയ ശത്രുവായ മരണത്തെ ക്രിസ്തു പരാജയപ്പെടുത്തി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ വലിയ സന്ദേശം. ഉയർപ്പ് ഞായർ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാനമായും 6 ഭാഗങ്ങളാണുള്ളത്: പെസഹ ജാഗരം, ദീപാർച്ചന കർമ്മം, പെസഹ പ്രഘോഷണം, ദേവവചന പ്രഘോഷണം, ജ്ഞാനസ്നാന വ്രത നവീകരണം, സ്തോത്രയാഗ കർമ്മം. അന്നേ ദിവസത്തെ ആരാധനകൾക്ക് ക്രമീകരണങ്ങൾ നൽകേണ്ടത്: 1-ാം വായന സെന്റ് ജൂഡ് BCC, 2-ാം വായന സെന്റ് സെബാസ്റ്റ്യൻ BCC, 3-ാം വായന സെന്റ് തോമസ് BCC, 4-ാം വായന സെന്റ് ജോസഫ് BCC, 5-ാം വായന ഉണ്ണിമിശിഹ BCC, 6-ാം വായന സെന്റ് ആൻ്റണീസ് BCC, 7-ാം വായന മതബോധനം, 8-ാം വായന ലീജിയൻ ഓഫ് മേരി. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് ഇടവക കൗൺസിൽ അംഗങ്ങളാണ്. വേണ്ടത്ര ഭക്തിയോടും ഒരുക്കത്തോടും ഈ വിശുദ്ധവാര തിരുക്കർമ്മത്തിൽ നമുക്കും പങ്കുചേരാം.